എനിക്ക് വാപ്പുണ്ട്, 4 ബ്രദേഴ്സുണ്ട്. പക്ഷെ അത് എൻ്റെ അമ്മക്ക് ഉള്ളതല്ല. അതായത് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ എന്താ സംഭവം എന്നുള്ളത് പിടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ബാബോ, നമ്മൾ എപ്പോൾ വീഡിയോ ഇടാലും ഒരു 2-3 ക്വസ്റ്റ്യന് സ്ഥിരമായിട്ട് എല്ലാ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതിന് നമ്മൾ ഉത്തരം തരാൻ വേണ്ടി പോവാണ്. ഒരുപാടൊന്നുമില്ല, വെറും 2-3 ക്വസ്റ്റ്യൻസ് മാത്രം. കാരണം കമന്റ് ബോക്സിൽ പല തവണ മറുപടി കൊടുത്താട്ടോ. എങ്ങനെ വീഡിയോ ആയിട്ടില്ല, അതിന് കമന്റ് ബോക്സിൽ അധിക വീഡിയോക്കും ഒരേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഇനി എല്ലാം പാടെ നമ്മളിങ്ങനെ കമന്റ് ബോക്സിൽ നമുക്ക് ഒരു കണക്കെടുക്കും. കാരണം കുറെ നമ്മൾ കാണും, ചില നമ്മൾ കാണാതെ പോകും. അതുകൊണ്ട് നമ്മള് ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിക്കാണ്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചവർക്കും കൂടിയുള്ള ഒരു ഉത്തരമായിട്ടുള്ള ചോദ്യം അല്ല, ഒരു വീഡിയോ ആണിത്. അപ്പം എന്താണ് ഫസ്റ്റത്തെ ബാബു ചോദ്യം? ഫസ്റ്റത്തെ ചോദ്യം പറഞ്ഞാല്, നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതായത് എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ദിലുവിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അല്ല, എന്റെ വീട്ടിൽ ആരാന്നുള്ളതൊക്കെ അറിയാം. ഇതിൽ കൂടുതൽ പക്ഷെ കുറെ ആൾക്കാർക്ക് അറിയണ ചില ആൾക്കാർ ചോദിക്കണം തരണോ, നിങ്ങളെ പുതിയ വീഡിയോ അല്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ്, ഇപ്പൊ കാണുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പോൾ ഓർക്കുള്ള ഇതാട്ടാ, അത് അറിയണവർക്കുള്ളതല്ല. അറിയണവർക്കല്ല, അറിയാത്തവർക്കുള്ളതാണ് ഈ ചോദ്യം. ചോദിക്കുന്നവർക്കുള്ളതാണ്. എൻ്റെ വീട്ടിലുള്ള എന്താ പറയാ, എൻ്റെ വേറെക്കുറെ ആൾക്കാരൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട്. പിന്നെ കാണാത്ത ഒരാളിൻ്റെ അപ്പയാണ്, പക്ഷെ ഫുള്ളായിട്ട് കാണാത്തല്ല കേട്ടോ. നിങ്ങൾ എൻ്റെ അപ്പാനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എവിടെ? കാരണം ദിലുവിന്റെ വീട്ടിലുള്ളത്, ദിലുവിന് ഉമ്മണ്ട്, ഒരു സിസ്റ്ററും ഉണ്ട്, 2 അനിയന്മാരുണ്ട്. സിസ്റ്റർക്ക് ഒരു ചാനലൊക്കെ ഉണ്ട്, ബ്ലോഗർ. അവിടെ കോഴിക്കോട് ആവിയേഷന് പഠിക്കുകയാണ്. ഒരു ബ്രദർ +2-ലാണ്. പിന്നെ ഒരു കുഞ്ഞു ബ്രദർ മാത്രം 5-ല് അച്ചു. നിങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങളെ വീഡിയോയിൽ ഇടക്ക് വരലുണ്ട്. ചിലർ പോയി ചോദിക്കലുണ്ട് മക്കളാണോ, ആ മോനാണോ ചോദിക്കലുണ്ട്. ഞങ്ങൾക്ക് മക്കളായിട്ടില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ അനിയനാണ്. ഓൻ വരുമ്പോൾ അങ്ങനെ വീഡിയോയിൽ ആഡ് ചെയ്യണതാണ്. പിന്നെ ഇപ്പാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഉള്ള ടൈമിൽ ഞാൻ വീഡിയോയിൽ ആളെ കൊണ്ടേലുണ്ട്. ഇപ്പൊ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പാന്റെ നാട് വരുന്നത് തൃശ്ശൂരാണ്. ഇപ്പാന്റെ അനിയന്മാരും കുടുംബക്കള് തൃശ്ശൂരാണ്, തൃശ്ശൂർ തളിക്കുളത്താണ്. അപ്പൊ ഇപ്പാന്റെ ജോബും കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ വരായില്ല. ഇപ്പൊക്കെ ഇങ്ങനെ വന്നു പോലും നടക്കാത്തോണ്ട് തന്നെ ഇപ്പൊ മാസത്തില് ലാസ്റ്റ് ഒക്കെ ആയിട്ട് വരലുണ്ട്. ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കല്ലിടലിനായിരുന്നു, ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ചാനലിൽ. അതുപോലെ തന്നെ എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എനിക്ക് ബ്രദർ ഉണ്ടോ, എനിക്ക് സിസ്റ്റർ ഉണ്ടോ, എനിക്ക് ഇപ്പല്ലേ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ എന്റെ ഞങ്ങളുടെ വീട് വരുന്നത് ഇപ്പൊ പൂക്കോട്ടൂരാണ്. അതായത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂര്. കുറെ ആൾക്കാർക്ക് അറിയാം, അറിയാത്തവരുണ്ട്. വീട്ടിലുള്ളത് ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാന്, ദിലു, എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ. അപ്പൊ ഇങ്ങനെ ചോദിക്കും, വാപ്പല്ലേ, ബ്രദേഴ്സ് ഇല്ലേ? എനിക്ക് വാപ്പുണ്ട്, 4 ബ്രദേഴ്സുണ്ട്. പക്ഷെ അത് എൻ്റെ അമ്മക്ക് ഉള്ളതല്ല. അതായത് ബാബുവിന്റെ അമ്മക്ക് ഒറ്റ മോനുള്ളൂ. അതായത് ഇമ്മയും ബാപ്പയും സെപ്പറേറ്റ് ആണ്. അതിന്റെ ഒരു ഡിവോഴ്സ് ആണ്. കുറെ കാലമായി, എൻ്റെ ചെറുപ്പത്തിൽ ഡിവോഴ്സ് ആണ്. അപ്പോൾ വാപ്പ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിൽ 4 മക്കൾ. ഞങ്ങൾ പോകലുണ്ട്. ഫാമിലി ആയിട്ട് നല്ല കണക്ട് ആണ്. അവിടെ എന്ത് പരിപാടി പോകലുണ്ട്. അതാണ് കാര്യങ്ങൾ അല്ലേ. അപ്പൊ ബാബുന് സിബ്ലിങ്സ് ഇല്ല, എന്നാലും സ്വന്തം അങ്ങനെ വെച്ചാ നമ്മളെ വീട്ടിലല്ല, ഒരു സെപ്പറേറ്റ് ആണ്. അതായത് 4 സിബ്ലിങ്സ് ഉണ്ട്. ഓക്കെ, അതാണ് അതിന്റെ കാര്യങ്ങള്. മനസ്സിലായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഉള്ള വിഷയമാണ് എന്ത്, ഭയങ്കരമായ ചോദ്യം, ബാബുവിന് ജോലിക്ക് പോയിക്കൂടെ? ഒരു കാര്യം ചോദിക്കട്ടോ, ഇങ്ങളെ കുറ്റം ചില ആൾക്കാർ പുച്ഛിച്ച് പറഞ്ഞോട്ടോ നമുക്കത് പറയാനുള്ളത്. അതായത് ഞങ്ങളിപ്പോ ജോലിന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പൊ ഈ ഫീൽഡിൽ തന്നെ കേട്ടോ, ഇതൊരു ജോലി ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുനടക്കുന്നത്. കാരണം ഇത് വല്ല സുഖമുള്ള വരടൊന്നുമല്ല. വീഡിയോ ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. എഡിറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്. ഒരു പണിയില്ല അവർക്ക്. ഇങ്ങനെ വീഡിയോ എടുത്താൽ മതി. ഇങ്ങളെ മുന്നിക്ക് വരുന്ന വീഡിയോ എന്തൊക്കെയായി പണി എടുത്തിട്ടാണ് വരുന്നത് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. കണ്ടന്റുകൾ ഉണ്ടാക്കണം, അങ്ങനത്തെ ഓരോരോ ഇതുണ്ട്. കണ്ടന്റിന്റെ കാര്യം പറയണ്ട ബാബു. ഓരോരുത്തർ പറഞ്ഞ് നമ്മള് ഫുള്ള് കോപ്പി നിറങ്ങാണ്ടാണ്. ഇപ്പൊ കോപ്പി അങ്ങനെ പറഞ്ഞ വിഷയമില്ല. കാരണം എന്താ അറിയോ, അങ്ങനത്തെ ആൾക്കാർക്ക് അതല്ല, അങ്ങനെ ചെയ്യണമെങ്കിലും വേണം. അതിന് റിസ്ക് ഉണ്ട്. അത് പോട്ടെ, ഇവ കോപ്പി പറഞ്ഞില്ലേ, 4 കണ്ടന്റുകൾ തരി, ഞങ്ങൾ വീഡിയോ ചെയ്യാം, നമ്മൾ റെഡിയാണ്.
വലിയ സുഖമുള്ള കണ്ടന്റ് കിട്ടാൻ ചിലത് നമ്മൾ കോപ്പി എടുക്കും. കോപ്പി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതേമാതിരി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പോ മറ്റുള്ളവർ നല്ല കണ്ടന്റ് നമുക്ക് നല്ല കണ്ടന്റ് തോന്നുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യണേ, അത് അങ്ങനത്തെ ഒരു കഥ. പിന്നെന്താ പറയാ പിന്നെ ജോലി. ഇപ്പൊ ഞാൻ ഒരുപാട് ജോലി മനസ്സിലാ കേട്ടോ. അതായത് കൂലിപ്പണി കുറെ ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ 2-3 ഗൾഫിൽ നിന്നിരുന്നു ഞാൻ, ദുബായിലേനു. പിന്നെ ഇവിടെ ഒരേ വണ്ടി കച്ചവടം, അങ്ങനത്തെ വണ്ടിന്റെ റെന്റ്, അങ്ങനത്തെ കുറേ പരിപാടി എടുത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെ വണ്ടി റെന്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഫോൺ പരിപാടിയിലാണ് അധികമുള്ള ഇതിൻ്റെ പരിപാടികൾ. ഇപ്പം ഞങ്ങൾ ഇത് രണ്ടാളും ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവക്കും ആദ്യം മറ്റേ എന്താ പറയാ അതൊക്കെ നമ്മളിപ്പോ ഇത് കുറേ നിർത്തിച്ച മാതിരിയല്ലേ, ഒഴിവാക്കിന്നല്ല. പക്ഷെ എനിക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല. ചിലതൊക്കെ വന്നാല് നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. ഒക്കെ പാടെ നമുക്ക് രണ്ടും കൂടി കഴിയൂല. അപ്പോ പിന്നെ നമ്മളെ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അല്ലേ. അപ്പൊ ഞാനിപ്പോ ഇതാണ് ഫോക്കസ് ചെയ്തതിന്റെ. അപ്പൊ നമ്മൾ ഇതാണ് ജോലി കൊണ്ടിരിക്കണം. കാര്യങ്ങൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത. അപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നായാലും യൂട്യൂബിൽ നമുക്ക് ഏണിങ്സും. അപ്പൊ നമ്മള് ജോലി ഇതായി കൊണ്ടിരിക്കേണ്ടത്. കാരണം ചിലപ്പോ അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പുറത്ത് പോകേണ്ടി വരും. അങ്ങനത്തെ കുറേ ചുറ്റുപാടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് അൽഹംദുലില്ലാ കുഴപ്പമില്ല. അപ്പം നമ്മളൊരു കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്നത് കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നുണ്ട്. കുറേ കിട്ടുന്നുണ്ടെന്നല്ല, നിങ്ങൾ അത്ര കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ പോകുന്നുണ്ട് അല്ലേ. അപ്പം ഇതാണ് എൻ്റെ ജോലി. ഇപ്പോൾ ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളതിൽ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ ജോലി. അതാണ് ഇപ്പം ഞങ്ങളുടെ ജോലി. ഇനിയിപ്പോ ജോലി എന്താ എല്ലാരും ജോലി ചെയ്യുന്നത് പൈസ ഇട്ടാൻ വേണ്ടിട്ടാ. അത് കിട്ടി കൂലിപ്പണിക്കെടുത്ത് കുറേ മടുത്തത് ഇന്ന അറിഞ്ഞവർക്കൊക്കെ അറിയാം. പിന്നെ കൂലിപ്പണിയെടുത്ത് മാത്രമുള്ള ജോലി, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു അന്തസ്സും ഒരു ഇതുണ്ട്. നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇത് സുഖമുള്ളവരുടെ നല്ല ഇത് ചെയ്ത് നോക്കി. ഒരുപാട് ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ട്, ഓൽക്കൊക്കെ ഇതിന്റെ അവസ്ഥ അറിയാം. അതൊന്നും ഇതാക്കാൻ വേണ്ടി. പിന്നെ ഒരുപാട് ഉയർന്ന യൂട്യൂബേഴ്സ് ഉണ്ട്, ഓൽക്കും ഇതിന്റെ അവസ്ഥ അറിയാം. എത്രത്തോളം സ്ട്രഗിൾ ഉണ്ട്, എത്രത്തോളം കുറ്റം പറയുന്നുണ്ട്. കാരണം പറയാം ആദ്യമൊക്കെ നമ്മളിപ്പോ വീട്ടിൽ തുടക്കകാലത്തൊക്കെ ഒരുപാട് കാര്യം നമ്മളെ കുറ്റം പറയും. നിങ്ങൾക്ക് വേറെ പണിയില്ല. ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സായാലും കൂട്ടുകാരായാലും. അപ്പൊ അതാണ് നമ്മുടെ ജോലിന്റെ കാര്യങ്ങൾ. ഞാൻ പറ്റി ഇങ്ങനെ കൂടുതൽ വളവള പറയണില്ല. പിന്നെന്ന് പറയാൻ ഞങ്ങൾ വലിയ യൂട്യൂബർമാരായിട്ട് പറയല്ല, എന്നാലും ഇതുവരെ എത്താൻ ഞങ്ങൾ നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നല്ല റിസ്ക് ഉണ്ട്, നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. നമ്മൾ നല്ല ടെൻഷൻ അറിയാം. ഇത് തുടക്കക്കാർക്ക് ശരിക്കും ഇതിന്റെ അവസ്ഥ അറിയാം. കാരണം പറഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ഇട്ട് 10 ആള് 20 ആള് കാണാണ്ടാവുള്ളൂ പണ്ട്. അത് ഇപ്പം നമ്മള് 50 നമ്മള് വാട്സപ്പിലുള്ള ആർക്കൊക്കെ ചില ഷെയർ തീർക്കും, ചിലപ്പോൾ ആരും തുറക്കും കൂടില്ല. ഇന്ന് ഞങ്ങളൊരു 4 ആളെ അറിയണ രീതിയിൽ എത്താനും വേണ്ടിങ്ങാണ്ട് കുറേ ഇതായിട്ടുണ്ട്. അപ്പൊ ഏതായാലും അങ്ങനെയാണ് കാര്യം. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വീഡിയോ ഉണ്ടാവും ദിലുവിന്റെ അമ്മക്ക് എന്താ ജോലി. അപ്പൊ ഞാൻ കുറേ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കമന്റ് ചെയ്ത് മടുത്ത് സത്യം പറഞ്ഞാൽ, അല്ല കമന്റിന്റെ എല്ലാവർക്കും ഒരേ കമന്റും ഒരേ ചോദ്യമാണ്. അപ്പൊ ദിലുവിന്റെ അമ്മ കോട്ടക്കല് മിംസ് ഹോസ്പിറ്റലില് ലേബർ റൂം അറ്റൻഡറായി വർക്ക് ചെയ്യാണ്, മനസ്സിലല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് ഓല ഉമ്മാന്റെ ജോലി. അപ്പൊ പിന്നെ ഇപ്പൊ സ്ഥിരമായിട്ട് ഇവരെ ചോദിച്ചതില്ലോ. എന്റെ അറിവിൽ ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണ ഒരു ഇതുള്ളത്. ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുമ്പോൾ തരാം. നമ്മൾ കുറെ കമന്റ് നമ്മൾ മറുപടി തരും. എല്ലാം നമുക്ക് ചിലപ്പോൾ തരാൻ പറ്റൂല. കാരണം നമ്മളിപ്പോ ഒരു ഫോൺ തുറന്നു കമന്റ് നോക്കുമ്പോൾ മേലത്തെ കുറച്ച് കമന്റുകളെ കാണുള്ളൂ കേട്ടോ പെട്ടെന്ന്. പിന്നെ ഇങ്ങനെ മൊത്തം ചെക്ക് ചെയ്ത് വെക്കണം. ഒരുപാട് കമന്റ് ചില കമന്റുകൾ വായിക്കില്ല, ചിലത് നമുക്ക് ഒരു വെറുപ്പിച്ച കമന്റ് നമ്മള് നല്ല കണ്ടാ പിന്നെ അത് കമന്റ് വായിക്കുന്നത്. പിന്നെ വേറെ ഒന്ന്, നിങ്ങൾ ഇത് നമ്മളെ പറ്റിങ്ങാണ്ട് വേണ്ടാത്ര എഴുതി വിട്ടുങ്ങാണ്ട് വെറുപ്പിക്കണ കമന്റ് പറയണവരുണ്ട്. ഓരോട് നമുക്ക് മറുപടി പറയാൻ അറിയാനിട്ടല്ല, വലിയ ചെറ്റത്തെ വർത്താൻ നമുക്ക് അറിയാനിട്ടല്ല. പിന്നെ തരട്ടോ, ഇതിൽ സോഷ്യൽ മീഡിയ ആണ്, നിങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങളും പറയുന്നുണ്ട്. പക്ഷെ തരണോ ചില വാക്കുകള് നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വാക്കുകൾ കയറും. പോട്ടെ, അത് നമ്മൾ പറഞ്ഞില്ല. പറഞ്ഞപ്പോ നിങ്ങളെ മാതിരി നമ്മളും അർത്ഥമില്ലല്ലോ. വേറെ പറഞ്ഞാൽ നമുക്ക് തരാം നമ്മളൊരു മറുപടി. പല ആൾക്കാർ എന്നാലും പുതിയ മാതിരി എന്തോ കൂടുതൽ തെണ്ടി വർത്താൻ എഴുതി, അതിൽ ഞാൻ നല്ലൊരു മറുപടി അങ്ങോട്ട് കൊടുത്ത്. അതിൽ എൻ്റെ കമന്റിൽ ആൾക്കാർ അപ്പൊ അതിന്റെ അടിയിൽ ആൾക്കാർ പറയാണ് നിങ്ങൾ എന്തിനാ ഓല മാതിരി അന്തജാത. കാരണം ഒരു ഫേക്ക് അക്കൗണ്ട് ആണ്. കാരണം ഏതെങ്കിലും തലയും വെച്ചുകൊണ്ട് ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ട് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിൽ പിന്നെ ഫുള്ള് അതിന്റെ കഥ പറയണ്ട. ഫേസ്ബുക്കത്തെ കാര്യം പിന്നെ പറയാതിരിക്കാൻ ഫുള്ള് അമ്മമാരല്ല, അത് എല്ലാവർക്കും അറിയാം. ഫേസ്ബുക്കിന്റെ മൈൻഡിനെ ചെയ്യില്ല. പറയാൻ നമ്മളുണ്ടല്ലോ, ഒരാളെ അറിയാതെ തൊള്ളേ തോന്നിയ മൊത്തം നമുക്ക് ഒറ്റയടിക്കാണ് പറയാൻ പറ്റും. പക്ഷെ എന്താ പറയാ, ഞങ്ങൾക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല അതൊന്നും. പിന്നെ വേണ്ട അത് പോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഗൈസ് ഇതൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ
എന്തായാലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ആൻസർ അത്ര ഉദ്ദേശിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അല്ല ഇനിയും വരും ഈ വീഡിയോന്റെ അടിയിലും ചിലപ്പോൾ ചോദിക്കും എന്താണോ അവര് ജോലി. അതല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതേമാതിരി എന്തെങ്കിലും ചോദിക്കാനോ അറിയാണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ പോയിക്കോളൂ. ഞങ്ങൾ അതിനെ പറ്റിയുള്ള വീഡിയോ ഇൻഷാല്ലാ നമ്മൾ ചെയ്യാം അല്ലേ. അപ്പോൾ ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലാവും വിചാരിക്കണം. നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറയാനും അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യാം. നമ്മളെ കൂടെ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരുണ്ട്. എല്ലാവർക്കും നമ്മൾ ഒരുപാട് 2 ലക്ഷമായി നമ്മൾ വീഡിയോ ഇട്ടില്ല. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ആദ്യം ബിഗ് താങ്ക്സ്. കാരണം നല്ല സപ്പോർട്ട് ആൾക്കാർ ഒരുപാട് നമ്മളെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണവരടക്കുന്നുണ്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് സത്യം പറയുകയാണെങ്കിൽ. കാരണം ഇതിൽ നമ്മൾ ഈ 2 ലക്ഷം സബ്സ്ക്രൈബ് ആകാനുള്ള റിസ്ക് നമുക്ക് അറിയാം. കാരണം പറഞ്ഞാൽ ഒന്നും പറയണ്ട, തുടക്കകാലത്ത് ഒരു പുറത്തേക്ക് ഒരു വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഒരു അവസ്ഥയില് അതൊന്നും പറഞ്ഞാൽ നമ്മൾ ചടപ്പിക്കണില്ല. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട പറഞ്ഞപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.